സ്വന്തം മകളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത മാതാപിതാക്കളുണ്ട് ഈ സമൂഹത്തിൽ. അത്തരം വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ സ്വന്തം അച്ഛനാൽ വെട്ടേറ്റ് മരിച്ച 6 വയസ്സുകാരി നക്ഷത്രയുടെ മരണം. സർപ്രൈസ് നൽകാമെന്ന് പറഞ്ഞ് മകളെ അരികിൽ വിളിച്ച് മഴുവെച്ച് നക്ഷത്രയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പിതാവ് മഹേഷ്. അത്തരത്തിൽ തന്നെയായിരുന്നു 10 വയസ്സുകാരിയായ വൈഗയുടെ മരണവാർത്തയെ നമ്മൾ കേട്ടത്. വൈഗ എന്ന പൊന്നോമനായ മകളെ കൊലപ്പെടുത്തിയ പിതാവിന്റെ വാർത്തകൾ നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. സംഭവം 2021 മാർച്ച് 22-നാണ് വൈഗയെ മുട്ടാർപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ വെച്ച് പിതാവ് സനു മോഹൻ മകൾ വൈഗയെ ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകി കഴുത്തിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർപ്പുഴയിൽ എറിഞ്ഞെന്നാണ് കേസിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ 2 വർഷത്തിനു ശേഷം കേസിൽ വിധി വന്നിരിക്കുകയാണ്. മകൾ വൈഗയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ സോമനാണ് വിധി പറഞ്ഞത്. പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകമടക്കമുള്ള എല്ലാ വകുപ്പുകളും തെളിയുകയായിരുന്നു. ഇതേ തുടർന്ന് കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കുകയും ചെയ്തു. ലഹരി പദാർത്ഥങ്ങൾ നൽകി അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 13 വർഷം തടവിനും കോടതി വിധിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി ചേർത്ത് 28 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. സനുവിന് പ്രായമായ അമ്മയെ പരിചരിക്കാൻ വധശിക്ഷ ഒഴിവാക്കണമെന്ന് പ്രതി കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കൊലപാതക കുറ്റത്തിന് പുറമെ കുറ്റകൃത്യത്തിനായി മദ്യം നൽകിയെന്ന 328-ാം വകുപ്പ് അനുസരിച്ചുള്ള കുറ്റവും തെളിവ് നശിപ്പിക്കുന്നതിന് 201-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റവും ബാലനീതി നിയമം 75 വകുപ്പ് അനുസരിച്ച് കുട്ടികളോടുള്ള ക്രൂരത 77 വകുപ്പ് അനുസരിച്ച് കുട്ടിക്ക് മദ്യം നൽകിയ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. 1200 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. കേസിൽ 8 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ വെച്ച് പിതാവ് സനു മോഹൻ മകൾ വൈഗയെ ശീതളപാനീയത്തിൽ മദ്യം കലർത്തി കഴുത്തിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർപ്പുഴയിൽ എറിയുകയായിരുന്നു സംഭവത്തിൽ ഉണ്ടായത്. 2021 മാർച്ച് 21-നാണ് വൈഗയെ കൊലപ്പെടുത്തിയത്. 22-ന് മുട്ടാർപ്പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു സനു മോഹൻ മകളുമായി ഇറങ്ങിയത്. പിന്നീട് ഇവരെ കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. വൈഗയെ കൊലപ്പെടുത്തി സനു മോഹനും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീട് കൊലപാതകത്തിന് ശേഷം പ്രതി നാടുവിട്ടതായി വ്യക്തമായി. 1 മാസത്തിന് ശേഷം കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനു മോഹൻ പിടിയിലായത്. കൊലപാതകം നടന്ന് 81-ാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. സനു മോഹനെതിരെ മഹാരാഷ്ട്രയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഉണ്ടായിരുന്നു എന്നും തെളിവുകൾ വന്നിട്ടുണ്ട്. കടബാധ്യതകളുള്ള താൻ ഏറെക്കാലം ഒഴിവിൽ കഴിയാൻ തീരുമാനിച്ചതെന്നും ഈ സമയം മകളെ മറ്റാരും നോക്കില്ലെന്ന് കരുതിയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നുമാണ് സനുവിന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയത്. സ്വന്തം മകളെ എങ്ങനെ കൊല്ലാൻ ഇവർക്ക് തോന്നുന്നു? വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെ കൊല്ലാതിരുന്നൂടെ?